അപ്പോൾ ഡേ ലൈറ്റ് വന്നോ അതോ ഡാർക്ക് ആണോ? കുറച്ച് ഡാർക്ക് തന്നെയായിരുന്നു. ഡാർക്കാണ്, ഫുൾ ആയിട്ട് ബ്രൈറ്റ് ആയിട്ടില്ല. വന്നില്ല. സൺലൈറ്റ് ഒന്നും വന്നിട്ടില്ല. വന്നില്ല. ഇരുട്ടത്താണ്. ലൈറ്റ് കുറച്ച് ഇരുട്ട്. ഓ, അങ്ങനെ ഗ്രാനൈറ്റ് വന്നു. ഗ്രാനൈറ്റ് വന്ന് പിന്നെ ഫയറിങ്ങും രണ്ടും കൂടി ഒരുമിച്ച് ചെയ്തോ അവർ അറ്റാക്ക്? ഒരുമിച്ചായിരുന്നു. അതില് സാറിന്റെ കൂടെ ഉള്ളവർക്ക് എന്താ സംഭവിച്ചത്? എൻ്റെ കൂടെ ഉണ്ടായിരുന്ന, എൻ്റെ മുന്നിലുണ്ടായിരുന്ന 2 പേര് സ്പോട്ട് അവിടെ തന്നെ. സാറിന്റെ മുന്നിൽ ഉണ്ടായിരുന്ന 2 പേര് സ്പോട്ടിൽ മരണപ്പെട്ടു. അത് ഫയറിംഗിലാണോ, മിലിറ്റൻസിന്റെ ഫയറിംഗിലാണോ അവർ മരണപ്പെടുന്നത്, അതോ ഗ്രനേഡ് ആക്രമണത്തിലാണോ? എങ്ങനെയാണെന്നുള്ളത് അത് അപ്പൊ ഓർക്കാൻ പറ്റുന്നില്ല, മനസ്സിലായില്ല എങ്ങനെയാന്ന്. രണ്ടും ഒന്നിച്ചാ വന്നതെല്ലാം, ഫയറിങ്ങും ഗ്രനേഡും രണ്ടും ഒരുമിച്ചാ വന്നത്. അപ്പൊ അവര് വലിയൊരു ട്രൂപ്പായിരുന്നോ മിലിറ്റൻസിന്റെ? അവിടെ ഒളിത്താവളത്തിൽ ഉണ്ടായിരുന്നു. ഇത്രയും വലിയൊരു അറ്റാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ഭയങ്കര ഫയറിംഗ് ആയിരുന്നു. അപ്പൊ നമ്മുടെ ഈ 10 പേര് പോയതിൽ 2 പേര് മരണപ്പെട്ടു. അപ്പൊ നിങ്ങൾ ഒരു ലൈനായിട്ടാണോ പെട്രോളിൽ പോയിക്കൊണ്ടിരിക്കുന്നത്? മൂന്നാമത്തെ ആളാരായിരുന്നു? മൂന്നാമത് ഞാനായിരുന്നു. സാറായിരുന്നു. സാർക്ക് എന്താ സംഭവിച്ചത്? എനിക്ക് കയ്യിലും ഇവിടെ ബുള്ളറ്റ് പ്രൂഫ് ഇട്ടുകൊണ്ട് മാത്രമേ രക്ഷപ്പെട്ടതാ. ബുള്ളറ്റ് പ്രൂഫ് ഇട്ടതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. ഇവിടെ ഒക്കെ അടിയുണ്ട്. ഫയറിംഗ് ആണോ? ഫയറിംഗ്. കണ്ണിന് എന്ത് പറ്റി സാർ? കണ്ണിന് ആക്സിഡന്റ് ഇപ്പോഴായത് 2 കൊല്ലായി. അതെയോ? എന്നിട്ട് ഈ ഫയറിങ്ങിലും മറ്റേ ഗ്രാനൈറ്റിന്റെ സെല്ലിങ്ങിലൂടെയാണ് മൊത്തം മുറിവായിരുന്നു സാർ, ഫുള്ള്. ഇത് ഗ്രനേഡിന്റെ ഇതൊക്കെ എവിടെയൊക്കെ ഇതുണ്ടായിരുന്നു ഫുള്ള്. അത് അത് പൊട്ടിക്കഴിയുമ്പോൾ അത് ഗ്രാനൈറ്റ് ആക്ച്വലി ഇങ്ങനെ ഓരോ ലൈൻസ് ഉണ്ട്, കട്ടിങ് ഉണ്ടാവും. ആ കട്ടിങ്ങിന്റെ ഓരോരോ പീസായിട്ടാണ് തെറിക്കുക. അപ്പൊ സെയിം ഫയറിങ്ങിന് തുല്യമായിട്ടാണ് അതിന്റെ പീസുകളും വരിക. ഇത് ഫുൾ ഡാമേജ് ആയിരുന്നു. കാല് കൈയൊക്കെ ഫുള്ള് കംപ്ലീറ്റ് അടിയായിരുന്നു. അന്ന് സാർക്ക് എത്ര വർഷം സർവീസ് ഉണ്ടായിരുന്നു? 3ാമത്തെ വർഷം. 3 വർഷം കംപ്ലീറ്റ് ആയിരുന്നു. 3 വർഷം 3 വർഷം കറക്റ്റ് കംപ്ലീറ്റ് ആയിരുന്നു. വയസ്സ് ആ സമയത്ത് 21 വയസ്സ്. മാരീഡ് അല്ല? 21 വയസ്സ്. മാരീഡ് അല്ല സാർ. മാരീഡ് അല്ല.